എന്ത് പോക്കായത്? നിന്നെ കാണാൻ വേണ്ടിയല്ലേ ഞാൻ വന്നത്. അങ്ങനെ അല്ല, ഇതാരാ? ചന്ദ്രശേഖരനോ? വരൂ വരൂ. എന്താ ഇതൊക്കെ? കല്യാണമൊക്കെ അല്ലേ, നിനക്ക് തൽക്കാലം ആവശ്യം കുറച്ച് തുണിയൊക്കെ എടുത്തിട്ടുണ്ട്. അയ്യോ, ഇതൊന്നും വേണ്ടായിരുന്നല്ലോ. അതെന്റെ ഒരു സന്തോഷമല്ലേ അമ്മാവ? പണത്തിന്റെ ആവശ്യം വല്ലതും? ഏയ്, ഒന്നുമില്ല. ഇരിക്കട്ടെ അമ്മാവ, കല്യാണമൊക്കെ അല്ലേ. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ, ചായ കുടിച്ചിട്ട് പിന്നൊരിക്കലാകാമല്ലോ. ശരി. ഇന്ദു, മോളെ ഇന്ദു. ആരെന്തൊക്കെ പറഞ്ഞാലും ചന്ദ്രശേഖരനെ കിട്ടിയത് നിന്റെ ഭാഗ്യമാ മോളെ. ശ്രീദേവിയെ കാണാൻ വേണ്ടി എവിടെ നിന്നത്? എന്താ പ്രത്യേകിച്ച്? നാളെ ഇന്ദുവിന്റെ വിവാഹമാണല്ലേ മോളെ. ഇനിയും രക്ഷപ്പെടാൻ സമയമുണ്ട്. ഇന്ദു അവന്റെ മുമ്പിൽ താലി കെട്ടാൻ കഴുത്ത് കാട്ടിക്കൊടുക്കുന്നതിലും ഭേദം തൂങ്ങിച്ചാവുന്നതാണ്. എന്റെ രാധയുടെ ഗതി ഇന്ദുവിനുണ്ടാവരുത്. എന്റെ മോളെ കൊന്നത് ആ കാലനാണ്. അവൻ കാരണം ഒരു നല്ല മനുഷ്യന് പേരുദോഷം ഉണ്ടാക്കി. അത് പുറത്തു പറയാൻ പറ്റാത്ത വിധം ചന്ദ്രശേഖരൻ എന്നെ പേടിപ്പിച്ചിരുന്നു. ഇനി മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടി തകരുന്നത് കാണാൻ എനിക്ക് കഴിയില്ല. ഇനി എല്ലാം ശ്രീദേവിയുടെ കയ്യിലാണ്. വിക്രമ, അമ്മയില്ലാത്ത ദുഃഖം ഇന്ദുവിനെ അറിയിക്കാതെയാണ് നമ്മൾ അവളെ വളർത്തിയത്. ഒരു ദിവസം പോലും അവളുടെ കണ്ണുകൾ നനയരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിടിവാശി കൊണ്ട് നാശമാകുന്നത് ഒരു കുട്ടിയുടെ ജീവിതമാണ്. ഇനിയും വൈകിട്ടില്ല. നമുക്ക് ഈ ബന്ധം വേണ്ട. അവൻ നല്ലവനല്ല. എന്റെ അനിയത്തിക്ക് യോജിച്ചവനാണെന്നറിയാം. എനിക്കത് മതി. പോരാ, നീ അറിയാത്തത് വേറെയുണ്ട്. അവനൊരു പാവം പെൺകുട്ടിയെ നശിപ്പിച്ചവനാണ്. രാധയുടെ മരണത്തിന്റെ കാരണക്കാരൻ അവനാണ്. കൊള്ളാം, നല്ല കഥ. എങ്ങുമില്ലാത്തൊരു സഹോദര സ്നേഹം ഞാനിവിടെ കാണുന്നു. അനന്തൻ മോശക്കാരനാണെന്ന് അറിഞ്ഞപ്പോ അത് അനുജത്തിയെ കെട്ടാൻ പോകുന്നവന്റെ തലയിൽ വെച്ച് കെട്ടാൻ ഒരു ശ്രമം. സത്യം പറഞ്ഞാൽ നീ എന്റെ സഹോദരിയാണെന്ന് പറയാൻ പോലും എനിക്കിപ്പോ നാണമായി. അലറി വിളിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കുശുംബം കുന്നായ്മ മനസ്സിലുള്ളതുകൊണ്ടാ ഗതി പിടിക്കാത്തത്. കല്യാണം കഴിഞ്ഞതിന്റെ അന്ന് തന്നെ കഴുത്തി താലി കെട്ടിവന്റെ വായി മണ്ണിട്ടില്ലേ? ഇനിയെങ്കിലും ഈ മനസ്സൊന്ന് നന്നാക്കാൻ നോക്ക്. നാളെ പുലരുമ്പോ ചന്ദ്രശേഖരന്റെ ജീവിതത്തിലെ ഒരു രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. ചന്ദ്രശേഖരന്മാരുടെ ഒരു യോഗേ. അവളുടെ ഒരു ആങ്ങളയുണ്ടല്ലോ, അവൻ 24 മണിക്കൂറും തണ്ണി വാങ്ങിച്ചു കൊടുത്തത് വെറുതെ അല്ല. ഇന്ദുവിന്റെ ഭാര്യ മാത്രമല്ല, ശ്രീദേവി എന്ന സൗധത്തിലേക്കുള്ള ചവിട്ടുപടി കൂടിയ. നല്ല കക്ഷികളാ. നാളെ മിസ്റ്റർ നായരുടെ കല്യാണമല്ലേ? നിങ്ങൾ ഒറ്റയ്ക്കിരുന്ന് പാർട്ടി നടത്തുക? എന്താ ഇഷ്ടമായത്? ഒരു അതിഥി വന്നിട്ടൊന്നും ഇരിക്കാൻ കൂടെ പറയില്ല. എന്നാ ഞാൻ തന്നെ ഇരുന്നേക്കാം. ഒരു സ്മോൾ ആവാ അല്ലേ? Cheers.
നിങ്ങൾക്കെല്ലാവർക്കും എന്താ ഒരു മൂഡ് ഔട്ട് പോലെ? കഴിക്കണം, കഴിക്കുമാഷേ. സനാതന കോളേജ് പൊളിപ്പിച്ച് ഷേക്സ്പിയർ കോളേജ് വിപുലപ്പെടുത്തിയതിന്റെ ഒരു ആവശ്യം കൂടി ആയിക്കോട്ടെ. അല്ല, സഖാവ് കഴിക്കുന്നില്ലേ? ഒരു കുപ്പി പട്ട ഒറ്റക്കിരുന്ന് അടിക്കുന്ന പാർട്ടിയല്ലേ? കഴിക്കണം മിസ്റ്റർ നായർ. ദേ, ഞാൻ അന്യനൊന്നുമല്ല. പറഞ്ഞു വരുമ്പോ നമ്മൾ ബന്ധുക്കാരാ. അമ്മ വഴിക്ക്. നിങ്ങൾക്കിത് എല്ലാവർക്കും എന്ത് പറ്റി? എല്ലാം ഒരുമാതിരി കുരങ്ങിയത്ത കുറവനെ പോലെ. ഉഗ്രൻ സാധനം. കാമാക്ഷിയുടെ വാറ്റിയാരായവും ഇത്ര ഒക്കില്ല. ആ, ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എവിടെയാ ഹണിമൂൺ? ഇന്ന് എനിക്ക് കുടിച്ച് കുടിച്ച് മരിക്കണം. സന്തോഷം കൊണ്ടാ. നാളെ മിസ്റ്റർ ചന്ദ്രശേഖരൻ നായരുടെ ജീവിതത്തിലെ 2ാം ഘട്ടം ആരംഭിക്കുകയല്ലേ? അമ്പട കൊച്ചു കള്ള യോഗം. അനന്തൻ, പുറത്തു പോണം. ഈ കല്യാണ പാർട്ടിയിൽ പങ്കുചേരാതെ ഞാൻ പുറത്തു പോവുകയെ. അത് നീ ആരാ? മനസ്സിലായില്ലല്ലേ? രാധ എന്ന പാവം വിദ്യാർത്ഥിനിയെ പ്രലോഭനങ്ങൾ കൊണ്ട് പറഞ്ഞു മയക്കി വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് അവസാനം കാലുമാറിയ ഒരു എരപ്പാളി വാദ്യാര്. പേര് അനന്തൻ. അനന്ത സാറേ, നിനക്കെന്നെ ശരിക്കും മനസ്സിലായിട്ടില്ല. എടാ പട്ടി പൊലയാടി മോനെ, ശരിക്കും മനസ്സിലാക്കിയിട്ട് തന്നെയാടാ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇനി നീ കാരണം ഒരു പെണ്ണും നശിക്കില്ല. നാളെ ഇന്ദു, പിന്നെ നിന്റെ പഴയ ദോസ്ത് ശ്രീദേവി. രണ്ടിനെ ഞാൻ നിന്റെ മുമ്പിലിട്ട് നിനക്ക് മനസ്സിലാക്കി തന്നില്ലെങ്കിൽ എന്റെ പേര് ചന്ദ്രശേഖരൻ എന്നല്ല. എന്താ പറഞ്ഞോ?